കാലുകൾ കൂട്ടി ചെല്ലുന്നതിൽ ചെലുത്തി ചിരികളി തമാശത്വം എളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കും ഉപരിയൊരു സുഖം പോക വേദാന്തമേ നീ എന്നാ പറഞ്ഞു. മദ്യപിച്ചപ്പോ അദ്ദേഹം അങ്ങനെ മദ്യം ഇറങ്ങിയപ്പോ ചാരായക്കടയാണ് ലോകം. അവിടെ നിത്യതം നോട്ടുകളാണ്. ഓരോ ഗ്രാം സുഖവിഷയ കമനിയാണ്. എന്നെ എന്തിനാണ് വിധാതാവ് ഇവിടേക്ക് എത്തിച്ചത് എന്ന് ചോദിച്ചു ലഭിച്ചു. അകാലത്തിൽ പൊലിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ മകൻ ഏതോ ഒരു സ്വകാര്യ ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ ജീവിതകാലം മുഴുവൻ നീറി നീറി ജീവിച്ചു. അത് ഒരു കവിയുടെ കഥ. മറ്റൊരു കവി 4 വരികളുണ്ട് 40 വരികളുടെ അർത്ഥം എഴുതിയിരുന്ന അർത്ഥം ജനിപ്പിച്ചിരുന്ന കവി, ഞാൻ പേര് പറയുന്നില്ല, വഴിവക്കിൽ ആരോരും തിരിച്ചറിയാതെ പുഴുവരിച്ചു കിടന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. 4 വരി എഴുതിയാൽ മറ്റു കവികൾ 40 വരി എഴുതുന്നതിന് തുല്യമാണ്. മറ്റൊരു കവി ഘോര പ്രസംഗിക്കുകയും നിയമസഭയിൽ വരെ കത്തിക്കയറുകയും ചെയ്ത കവി. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നിശബ്ദനായി, മദ്യപാനം നിർത്തി. അതിനുശേഷം അദ്ദേഹം എഴുതി, ഞാൻ വിലപ്പെട്ട കവിതകളൊന്നും എഴുതിയിട്ടില്ല, മദ്യം രുചിച്ച്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ സാംസ്കാരിക ലോകത്തിന്, നാടക ലോകത്തിന്, ചലച്ചിത്ര ലോകത്തിന് ഉദാത്തമായ സംഭാവനകളൊന്നും തന്നെ നൽകിയിട്ടില്ല മദ്യപിച്ചുകൊണ്ട്. മറ്റൊരു കവി, ഇപ്പോൾ ചലച്ചിത്ര രംഗത്തേക്ക് മാറിയ വിഷ്ണുശാലിയായ ഒരു കവി, വിഷം കുടിച്ച് ഇന്നലെ രാത്രി നിന്നരിയിലണിഞ്ഞുവോ എന്ന് ചോദിച്ചൊരു കവി. അദ്ദേഹം ഇപ്പൊ മദ്യപാനം നിർത്തി. അദ്ദേഹം 2 വർഷം മുമ്പ് ദേശാഭിമാനി പത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ എഴുതി, 4 നഷ്ടങ്ങളാണ് മദ്യപാനം കൊണ്ട് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. കുടുംബനഷ്ടം, ധനനഷ്ടം, മാനനഷ്ടം, ആരോഗ്യനഷ്ടം. എല്ലാ നഷ്ടവും അനുഭവിച്ചറിഞ്ഞ ഒരായുസിന്റെ ഗുണവും ദോഷവും അറിഞ്ഞ കവി. അദ്ദേഹം ഇപ്പൊ മദ്യപിക്കാറില്ല. അദ്ദേഹം സീരിയലുകളിലും ചലച്ചിത്രങ്ങളിലും ഒക്കെയാണ് വ്യാപരിക്കുന്നത്. അദ്ദേഹം ഇപ്പോ ശക്തമായ കവിതകളും എഴുതുന്നില്ല. പക്ഷെ അത് മദ്യപിക്കാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് നഷ്ടബോധമുണ്ട്. മറ്റൊരു ചലച്ചിത്ര ഗാനരചയിതാവ് മദ്യപിച്ചാൽ വയലന്റ് ആകും. താമസിപ്പിച്ച് ലോഡ്ജിൽ നിന്ന് പാതിരാത്രിക്ക് ഇദ്ദേഹം ചാടിയിറങ്ങി ഓടിപ്പോകും തിരക്കേറിയ വീതിയിലൂടെ. നിർമ്മാതാവ് പാടുകെട്ട് പിടിച്ചുകൊണ്ടുവന്ന് മുറിയിലിട്ട് പൂട്ടും. അപ്പോൾ ആവശ്യപ്പെടും, വീര്യം കൂടിയ മദ്യം വേണം, വീര്യം കൂടിയ കവിത ജനിക്കാൻ, പാട്ട് ജനിക്കാൻ. ഞാൻ ആക്ഷേപിക്കുകയല്ല. ഇതാണ് നമ്മുടെ സാംസ്കാരിക ലോകം നമുക്ക് തന്നത്. ഇതാണ് സാഹിത്യ ലോകം നമുക്ക് തന്നത്. മദ്യപാനം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ 20 വർഷത്തിൽ മദ്യപാനം അന്തസ്സിന്റെ മേന്മയുടെ മുഖമുദ്രയായി, അന്തസ്സിന്റെ മുഖമുദ്രയായി സാംസ്കാരിക കേരളം ഏറ്റുവാങ്ങിയതിന്റെ ഒരു ദുരന്തം. ഇപ്പോഴിതാ നമ്മൾ തിരിച്ചു ചിന്തിക്കേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് മറ്റെങ്ങോട്ടും പോകേണ്ടതില്ല. നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇടതുപക്ഷാശയക്കാരിയാണെങ്കിലും ഉറച്ച ഈശ്വര വിശ്വാസിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഈശ്വരൻ ഇപ്പോൾ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് പറഞ്ഞത്. 10 അവതാരങ്ങളുടെ സമയത്ത് അവതാരോദ്ദേശം എന്തെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണത്രേ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അധർമ്മികൾ ഇവിടെ വാഴുമ്പോ ഞാൻ അവതരിക്കും അതാത് കാലങ്ങളിൽ, ഹേ അർജുന എന്നാണ് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു 10ാമത്തെ അവതാരവും കഴിഞ്ഞ് 11ാമത്തെ അവതാരമായി മദ്യനിരോധന സമിതിയുടെ രൂപത്തിൽ ഇവിടെ ഇപ്പോൾ സാക്ഷാൽ ധർമ്മ സംസ്ഥാപകൻ അവതരിച്ചിരിക്കുകയാണ്. അതാണ് സുധീരന്റെ നാവുകളിലൂടെ, സുധീരമായ വാക്കുകളിലൂടെ, ജനപക്ഷ യാത്രയിലൂടെ കേരളം ഏറ്റുവാങ്ങിയത്. മലപ്പുറത്തെത്തിയപ്പോ ഹാരമണിയിച്ചത്, ഷോളണിയിച്ചത് ഞാനാണ്. ഏറ്റവും ആദ്യം ഷോളണിയിക്കാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി. അദ്ദേഹം പേരെടുത്ത് വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ട്? ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരു തരത്തിലും അദ്ദേഹത്തോട് അടുപ്പമില്ല. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിലെ ശബ്ദം ആരുടേതാണ്, മലപ്പുറത്ത് ആരൊക്കെയാണ് മുൻനിരയിലുള്ളത്, മദ്യനിരോധന പ്രവർത്തകർ ആരാണ്. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത മദ്യനയ രൂപീകരണ ചർച്ചയിൽ മലപ്പുറത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് ഞാനാണ്. അന്ന് മദ്യമന്ത്രി എന്ന് പറഞ്ഞ് ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയുടെയും VM സുധീരന്റെയും TN ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഗാന്ധിയന്റെയും മുന്നിൽ വെച്ച് മലപ്പുറത്തിന്റെ ചിത്രം ഞാൻ അവതരിപ്പിച്ചു. ഞങ്ങളുടെ സംസ്ഥാന പാതയോരത്ത്, ദേശീയ പാതയോരത്ത് മദ്യഷാപ്പുകളാണ്. 7 വർഷം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ
മദ്യഷാപ്പുകൾ നീക്കം ചെയ്യണമെന്ന് റോഡ് സംരക്ഷണ അതോറിറ്റിയാണ് ആ നിയമം കൊണ്ടുവന്നത്. അവർക്കാണ് നിർദ്ദേശം കൊടുത്തത്. ഒരു സർക്കാരും അത് ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ ഇതാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതി വീണ്ടും ഇടപെട്ടിരിക്കുന്നു. തീരദേശങ്ങളിലൂടെയുള്ള തീര റോഡുകളിലൂടെയുള്ള സംസ്ഥാന ദേശീയ പാതയോരത്തുള്ള മദ്യഷാപ്പുകൾ നീക്കം ചെയ്യണം. കേട്ടില്ലേ കോലാഹലം? 720 ബാർ അടക്കണമെന്ന് പറഞ്ഞപ്പോൾ പുകൽ കേട്ടില്ലേ? മദ്യമുതലാളികൾ ശക്തരാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് വേറെന്ത് വേണം? ജനപക്ഷ യാത്രയിൽ വ്യാജ രസീതികൾ അടിച്ച് കൂപ്പണുകൾ പിരിച്ചെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾക്ക് പണം തന്നത് മദ്യമുതലാളിയാണ്. എങ്ങനെ അത് ചാനലുകൾക്ക് കിട്ടി? പിരിച്ചെടുത്ത ആളുകൾ തന്നെ ചാനലുകൾക്ക് റെസീറ്റ് സഹിതം തെളിവ് കൊടുക്കുകയാണ്. ജനപക്ഷ യാത്രയെ തോൽപ്പിക്കണം. എന്തുകൊണ്ട്? ലഹരി വിരുദ്ധ കേരളമാണ് അദ്ദേഹം പിടിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം. അത് തകർക്കണം. ഭരണത്തിൽ പ്രതിപക്ഷത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കളെയും കണ്ടതാണ്. കേരളത്തിലെ 15 ലക്ഷം അമ്മമാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് തലച്ചുമടായി പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നടക്കൽ വരെ നടന്നുപോയവരാണ് ഞങ്ങൾ 5 പെണ്ണുങ്ങൾ തലച്ചുമടായി കൊണ്ടുപോയി ശേഷം വി.എസ്. അച്യുതാനന്ദൻ സഖാവിന്റെ മുമ്പിൽ ഈ ഒപ്പ് കൊടുത്തപ്പോൾ, നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, പനിച്ച് വിറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് വക്കീലെ ഇത് ഞങ്ങൾ അമ്മമാരുടെ കണ്ണുനീരൊപ്പാണ് സഖാവേ. അദ്ദേഹം പറഞ്ഞു, അവിടെ വെച്ചോളൂ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. MLA കണ്ടു, വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പറഞ്ഞു, വക്കീലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി നിയമസഭയിൽ വാദിക്കും, മദ്യനിരോധന സമിതിക്കാർക്ക് വേണ്ടി. തോമസ് ഐസക് വിശാലമായൊന്ന് ചിരിച്ചു, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഞങ്ങൾ ചോദിച്ചു, ഈ ചിരിയുടെ അർത്ഥം എന്താണ്? ഇത് കൊലച്ചിരിയാണോ അതോ ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഉറപ്പിന്റെ ചിരിയാണോ? ഒന്നും സംഭവിച്ചില്ല. അവർക്ക് സംഭവിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല, ബോധ്യപ്പെട്ടു. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ശരിയായൊരു പാതയിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ ഈ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും. അവരൊന്ന് മനസ്സുവെച്ചാൽ. ചെത്തു തൊഴിലാളികളെ കുറിച്ചാണോ നിങ്ങൾക്ക് ആശങ്ക? ഞങ്ങൾ ഇതാ പറയുന്നു, ചെത്തു തൊഴിലാളികളെ സമുദ്ധരിക്കാൻ നീര കോർപ്പറേഷന്റെ തൊഴിലാളികളായി മാറ്റുക. കള്ളുഷാപ്പിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ആശങ്ക? കള്ളുഷാപ്പുകൾ അടച്ചിടുക. പകരം അതേ ലൈസൻസിൽ നീര കോർപ്പറേഷന്റെ റീറ്റെയിൽ ഷോപ്പുകൾ ആരംഭിക്കുക. ഞങ്ങൾ കൊടുത്തതാണ്. ഡോക്ടർ പത്തിയൂർ ഗോപിനാഥൻ എന്ന അഗ്രികൾച്ചറിസ്റ്റിന്റെ റിപ്പോർട്ട് സഹിതം പ്രോജക്റ്റ് നിരവധി തവണ സമർപ്പിച്ചതാണ്. ആര് കേൾക്കാൻ, ആര് കാണാൻ? കാരണം ഒരു നീര കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് എവിടെയെങ്കിലും ഒന്ന് തുറന്നാൽ ഭരണശിലാ കേന്ദ്രങ്ങളിൽ പണം വീഴില്ല, എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിൽ പണം കിട്ടില്ല, ഛോട്ടാ നേതാക്കൾക്ക് പണം കൈപ്പറ്റാൻ പറ്റില്ല. കേവലം ഒരു റീറ്റെയിൽ ഷോപ്പ്, ഒരു ബാർ ഹോട്ടൽ അനുവദിച്ചാൽ 7.5 ലക്ഷം രൂപ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് കൈക്കൂലിയുണ്ട്. ഒരു പ്രാദേശിക നേതാവിന് ലക്ഷങ്ങൾ കിട്ടും, സംസ്ഥാന നേതാവിന് കോടികൾ കിട്ടും. ആർക്കാണ് താല്പര്യം? കേരളം മധ്യക്കടലിലേക്ക് കൂപ്പുകുത്താൻ ആർക്കാണ് ഇത്ര വ്യഗ്രത? ഒന്നും സംശയിക്കേണ്ട. ഇച്ഛാശക്തിയില്ലാത്ത ഈ രാഷ്ട്രീയക്കാർക്ക്, ഇച്ഛാശക്തിയില്ലാത്ത ഭരണകൂടത്തിന്. പക്ഷേ ഒരിക്കലും തളരാത്ത ആത്മവീര്യവുമായി, ഒരിക്കലും തളരാത്ത ഓട്ടവുമായി ഞങ്ങളിതാ കേരളം മുഴുവൻ ആഞ്ഞടിക്കുകയാണ്. ഞങ്ങളുടെ പൗരപ്രബോധന ജാഥ ഈ മാനന്തവാടിയിൽ വരും. ഞങ്ങൾ പറയും നിങ്ങളോട്, നിങ്ങളുടെ മക്കളെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ഏറ്റുവിളിക്കണം, അത് പ്രാവർത്തികമാക്കണം. അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് നിങ്ങൾ അവസാന രക്ഷാ മന്ത്രം എന്ന നിലയ്ക്ക് അത് ഏറ്റുവിളിക്കേണ്ടി വരും. ഞങ്ങൾ പറയുകയാണ്, കാലം നിങ്ങൾക്കിപ്പോൾ മറുപടി തന്നിരിക്കുകയാണ്, കാലം നിങ്ങൾക്കിപ്പോൾ അവസരം തന്നിരിക്കുകയാണ്. നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കുട്ടികളെ രക്ഷിക്കണം, നമ്മുടെ സഹോദരിമാരുടെ മാനം കാക്കണം, നമ്മുടെ അമ്മമാരുടെ കണ്ണുനീരൊപ്പണം. നമ്മുടെ പിഞ്ചു കുട്ടികളെ ആരും പിടിച്ചുകൊണ്ടുപോകാത്ത ഏറ്റവും സംരക്ഷണ കവചം തീർത്തുകൊണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കണം. ഇത് മാത്രമേ ഉള്ളൂ ശരണമന്ത്രം. മണ്ഡലകാലമാണ്. ഇപ്പോൾ ഒഴുകുന്ന ഭണ്ഡാരപ്പെട്ടിയിലെ പണത്തിന് കണക്കില്ല. നാട്ടിലൂടെ ഒഴുകുന്ന അയ്യപ്പ ക്ഷേത്രങ്ങളിലൂടെ ഒഴുകുന്ന ഭണ്ഡാരത്തിൽ വീഴുന്ന പണത്തിന് കണക്കില്ല. സംശയമുണ്ടോ നിങ്ങൾക്ക്? അത് കണ്ണുനീരിന്റെ പണമാണ്. ഈ മാസമെങ്കിലും കുടിക്കാതിരിക്കുമല്ലോ എന്ന ആശ്വാസത്തിൽ ഭഗവാന് കൈക്കൂലി കൊടുക്കുകയാണ്. ഈ 41 ദിവസമെങ്കിലും വീട്ടിൽ ചട്ടിയും കലവും തല്ലിപ്പൊട്ടിക്കില്ലല്ലോ എന്ന സമാധാനത്തിൽ കൈക്കൂലി കൊടുക്കുകയാണ്. പക്ഷെ തീർന്നില്ല. മാല അഴിച്ച് ശരണമന്ത്രം അവസാനം
ഇഴഞ്ഞെത്തും. കാരണം 41 ദിവസം അടക്കി വെച്ച മദ്യാസക്തി ഒറ്റ രാത്രി കൊണ്ട് തുറന്നുവിടും. കുടത്തിൽ നിന്ന് പുറത്തിടുന്ന ഭൂതം പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക്. ഭൂതം പുറത്തു ചാടിയാൽ വിഴുങ്ങുകയെ രക്ഷയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തെ വിഴുങ്ങും, നിങ്ങളുടെ കുട്ടികളെ വിഴുങ്ങും, നിങ്ങളുടെ ശാന്തിയെ വിഴുങ്ങും, നിങ്ങളുടെ സ്വസ്ഥതയെ വിഴുങ്ങും, നിങ്ങളുടെ പെൺമക്കളെ വിഴുങ്ങും. കേൾക്കണം നിങ്ങൾക്ക്. 3 വയസ്സുള്ള കുഞ്ഞിനെ ഒരു കശ്മലൻ പിച്ചു ചീന്തി എന്റെ നാട്ടിൽ മുഹമ്മദ് കാസിം, സാക്ഷാൽ വിശുദ്ധ പ്രവാചകന്റെ പേരിനോട് ചേർത്ത് വയ്ക്കാവുന്ന പേര്. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം അറേബ്യൻ നാട്ടിൽ കൊണ്ടുവന്ന വിശുദ്ധ പ്രവാചകന്റെ പിന്മുറക്കാരൻ പിച്ചു ചീന്തിയത് 3 വയസ്സുള്ള കുഞ്ഞിന്റെ വളർച്ചയെത്തിയിട്ടില്ലാത്ത, രൂപപ്പെട്ടിട്ടില്ലാത്ത ആന്തരിക അവയവങ്ങളെ ക്ഷതമേൽപ്പിച്ചുകൊണ്ട്. ഡോക്ടർ ഖദീജ മുംതാസ് എന്ന പ്രഗത്ഭ വിഷഗ്വര മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞത് ആന്തരിക അവയവങ്ങൾ പുറത്ത് തുന്നിക്കെട്ടിയിരിക്കുകയാണിപ്പോൾ. തിരിച്ച് അതിനുള്ളിലേക്ക് നിക്ഷേപിക്കണമെങ്കിൽ മറ്റൊരു ശസ്ത്രക്രിയ കൂടി വേണം. കുഞ്ഞിളം പൂവിനെ പിച്ചു ചീന്തിയ ആ കശ്മലിന് ഏറി വന്ന കിട്ടാൻ പോകുന്ന എന്താ? ഗോവിന്ദസ്വാമിയെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്. ക്രൂരനാണ്. ജീവിതത്തിൽ ക്രൂരത മാത്രമാണ് അവൻ കുടിച്ച് രസിച്ച് വളർന്നത്. വിഷയലംബരനായ ബലാത്സംഗ വീരനായ അറമുഖനിൽ ജനിച്ച പുത്രൻ. അവന് കുടുംബത്തിന്റെ മഹത്വം അറിയില്ല. അവന് പെണ്ണുങ്ങളുടെ മഹത്വം അറിയില്ല. പെങ്ങന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം അവനില്ല. അവൻ ഒരിക്കലും ഒരു ആങ്ങളയായിട്ടില്ല. അവനിൽ നിന്ന് എങ്ങനെ നമ്മൾ നന്മ പ്രതീക്ഷിക്കും? പിച്ചു ചീനിയില്ലേ ഒരു പിഞ്ചു പൂവിനെ തീവണ്ടി വെറിയിൽ വെച്ച്? എവിടെയായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ മനസ്സാക്ഷിയപ്പോ? നമ്മളവന് വധശിക്ഷ വാങ്ങിക്കൊടുത്തു എന്ന് സമാശ്വസിക്കുകയല്ലേ? തിമിർത്ത് കൊഴുക്കുകയാണ് അവൻ ജയിലിൽ. അവന് സ്പെഷ്യൽ ഭക്ഷണമാണ്. ഇരട്ടി ശരീരഭാരം കൂടിയിട്ടുണ്ട്. ഇനി അവൻ സുപ്രീം കോടതിയിൽ വിധി കാത്തിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി ഒരുപക്ഷെ വധശിക്ഷയിൽ നിന്ന് അവനെ ഒഴിവാക്കിയേക്കും. കാരണം വിധി എപ്പോഴും പ്രഖ്യാപിക്കുന്നത് ഒരു തുലാസിന്റെ അന്ധയായ നീതിദേവതയുടെ 2 തട്ടിലും വെച്ചിരിക്കുന്ന ഏത് വശത്തേക്കാണോ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് ആ വശത്തേക്ക് ചാഞ്ഞുകൊണ്ടായിരിക്കും വിധി പ്രസ്താവം. അതുകൊണ്ട് അധികമൊന്നും പ്രതീക്ഷിക്കണ്ട. ലോകം കണ്ട ഏറ്റവും വലിയ നരാധമൻ അഡോൾഫ് ഹിറ്റ്ലറാണ്. അയാളുടെ ചരിത്രമറിയും. അലോഡ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ക്രൂരന്റെ മകനാണ്. ബലാത്സംഗത്തിലൂടെ പിറന്ന മകൻ. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള ലഹരി വസ്തുക്കൾക്കും അടിമയായിക്കൊണ്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ വളരുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ഹിറ്റ്ലറുടെ പിന്മുറക്കാർ ഇങ്ങനെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ കേരളം നാസിപ്പടയേക്കാൾ ക്രൂരമായിക്കൊണ്ട് താണ്ഡവമാടുമെന്നുള്ളൊരു സംശയമില്ല. ഇതൊന്നും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നില്ലെങ്കിൽ മാനന്തവാടി മദ്യത്തിൽ മുങ്ങി താഴട്ടെ. മാനന്തവാടി ലഹരി കച്ചവടത്തിന്റെ വേദിയായിക്കൊള്ളട്ടെ. ഞങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. ഞങ്ങളുടെ മക്കളൊക്കെ ഭദ്രമാണ്. ഞങ്ങളുടെ കുടുംബമൊക്കെ ഭദ്രമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഉറക്കമുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ സഹജൻ, എന്റെ കൂടപ്പിറപ്പ് മാനന്തവാടിയിലെ ജനങ്ങൾ ഇതിനൊരു കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ മലപ്പുറത്ത് കിടക്കുന്ന എനിക്ക് ഉറക്കം വരില്ല. അതാ ഞങ്ങളുടെ പ്രത്യേകത. ആലപ്പുഴയിലെ ഒരു അമ്മ ഞങ്ങളുടെ ജാഥായാത്രയിൽ, ഞങ്ങളുടെ ജാഥാ പിരിവ് എപ്പോഴും ബക്കറ്റ് പിരിവാണ്. ഞങ്ങൾക്ക് മദ്യമുതലാളിമാർ പണം തരാനില്ല, ഞങ്ങൾ വാങ്ങാറുമില്ല. ഈ നാട്ടുകാർ ബക്കറ്റ് പിരിവിൽ കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടാണ് ഞങ്ങളുടെ ജാഥാവാഹനത്തിന്റെ ഇന്ധനം നിറയ്ക്കുന്നത്. ജാഥാവാഹനത്തിന്റെ ബക്കറ്റ് പിരിവുമായി ഒരമ്മ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ ഭണ്ഡാരത്തിലേക്ക് 10 രൂപ നിക്ഷേപിച്ച് കണ്ണീരോടെ നിക്ഷേപിച്ച് അവരുടെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ നെഞ്ചിലേക്ക് വീഴുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അവർ റോഡ് ക്രോസ് ചെയ്ത് വന്നു 100 രൂപ ഞങ്ങളുടെ ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചിട്ട് പറഞ്ഞു, വക്കീൽ പറയുന്നത് എന്റെ വീട്ടിലെ കാര്യമാണ്, ഞാൻ അമ്മയെ അറിയില്ല. ഞാൻ പറഞ്ഞത് മലപ്പുറത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ മകന്റെ കാര്യമാണ്. അച്ഛൻ സർക്കാർ സർവീസിൽ ഇരിക്കെ മദ്യപിച്ച് മരിച്ചു. ഡെയിൻ ഹാർമസ് സ്കീം പ്രകാരം മൂത്ത മകന് ജോലി കിട്ടി. സ്വാഭാവികമായി കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും അവനിലാണ്. പക്ഷേ അച്ഛന്റെ വഴിയെ 21 വയസ്സ് പൂർത്തിയായ മകൻ അച്ഛന്റെ വഴിയെ തന്നെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വാടകയ്ക്കെടുത്ത മാരുതി 800-ൽ പലപ്പോഴും കള്ളുഷാപ്പിന്റെ മുമ്പിൽ, ബാറിന്റെ മുന്നിൽ, ബീവറേജിന്റെ മുന്നിൽ വണ്ടിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ഈ പയ്യൻ
ഫയൽ കൂട്ടി വെച്ചത്. അന്ന് അത് ചോദ്യം ചെയ്ത അമ്മയെ അവൻ തൊഴിച്ചു. പാലൂട്ടിയ നെഞ്ചിന് നേരെ കാലുയർത്തി തൊഴിച്ചു. ഈ അമ്മയുടെ കഥ, ഞാൻ അറിഞ്ഞ കഥ, ഞാൻ അറിയുന്ന അമ്മയുടെ കഥ. അമ്മയെ പ്രൊട്ടക്ട് ചെയ്തത് ഞങ്ങളാണ്. ആ അമ്മയുടെ കഥ ഞാൻ പറയുമ്പോഴാണ് അമ്പലപ്പുഴക്കാരി അമ്മ പറഞ്ഞത് എന്റെ വീട്ടിൽ നടക്കുന്ന കഥയാണ്. എനിക്കറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക അമ്മമാരുടെയും കഥ ഇതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സഹോദരിമാരുടെയും കഥ ഇതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക കുഞ്ഞുങ്ങളുടെയും കഥ ഇതാണ്. ഒരു 5 വയസ്സുകാരൻ എന്നോട് പറഞ്ഞത് കുടുംബകടലിൽ അവനെ പിടിച്ചു വലിക്കുകയാണ് അച്ഛനമ്മയും. അവൻ പറഞ്ഞത് പേടിയാണ് എനിക്ക് സന്ധ്യയായാൽ. ആരെയാണ് പേടിക്കുന്നത്? ഉമ്മാക്കിയല്ല, ഭൂതത്തെയല്ല, പ്രേതത്തെയല്ല. രാവിലെ വീട്ടിൽ നിന്ന് പോയ അച്ഛൻ, മുടിചീകി കുട്ടപ്പനായി ഇൻ ചെയ്തു പോയ അച്ഛൻ, ഇൻ ചെയ്തതൊക്കെ പുറത്തേക്കും, ഇൻ ചെയ്തത് എന്തൊക്കെയാണോ ഉള്ളിലേക്കിട്ടത് അതൊക്കെ പുറത്തേക്കും, വസ്ത്രമൊന്നും ഇല്ലാതെ വിവസ്ത്രനായി നീന്തി തെറിയഭിഷേകം നടത്തി കുഞ്ഞിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഇതിനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്ന അട്ടഹാസം മുഴക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാളരാത്രിയാണ് എന്റെ കുഞ്ഞിന് പേടി. ഞാൻ എന്ത് പറഞ്ഞ് ആസ്വദിപ്പിക്കും ആ കുഞ്ഞിനെ? ഞാൻ എന്താണ് അവർക്ക് കൊടുക്കേണ്ട വാഗ്ദാനം? ആരെ കണ്ടാ ഞാൻ ഉറപ്പ് കൊടുക്കേണ്ടത്? ഏത് പക്ഷത്തെ കണ്ടാ ഞാൻ പറയേണ്ടത്? ഇല്ല മോനെ, നിനക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടോ എന്ന് ഏത് അന്തരീക്ഷം കണ്ടുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും? പറ്റണം. അത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന അവകാശമാണ്. സ്വസ്ഥമായി കിടന്നുറങ്ങും, തെരുവിളി കേൾക്കാതെ കിടന്നുറങ്ങും. ഒന്നുമില്ലെങ്കിലും വേശ്യം അതുപോലെയുള്ള വൃത്തികെട്ട വാക്കുകൾ കേൾക്കാതെ കിടന്നുറങ്ങാൻ ശാന്തിയുടെ ഗേഹങ്ങളായി ഞങ്ങളുടെ വീടുകൾ മാറിക്കിട്ടേണ്ടത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്. ഞങ്ങളുടെ കുട്ടികൾ സ്വസ്ഥമായി ഉറങ്ങണം. ഞങ്ങളുടെ മക്കൾ സമാധാനമായി വളരണം. ഞങ്ങളുടെ മക്കൾ പഠിക്കണം. അതിനുള്ള അന്തരീക്ഷം അധ്യാപകരുടെ അടുത്തേക്ക് പോലും ഞങ്ങൾക്കിപ്പോൾ മക്കളെ അയക്കാൻ പേടിയാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കണ്ടുപിടുത്തം ഒരൊറ്റ അധ്യാപകരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുകയല്ല, തെറ്റിദ്ധരിക്കരുത്. എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ അധ്യാപകരുണ്ട്. പക്ഷെ ഒരു അധ്യാപകന്റെ അടുത്തേക്ക് നമുക്ക് കുഞ്ഞിനെ അയക്കാൻ വയ്യ. രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിക്കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ കുഞ്ഞുങ്ങൾ അധ്യാപകരുടെ തണലിലാണ് വളരേണ്ടത്. അത് തണൽ തേടുന്ന വൃക്ഷങ്ങളൊക്കെ വിഷവൃക്ഷങ്ങളായി മാറുമ്പോൾ, തണലായി മാറേണ്ട മക്കളൊക്കെ പടുവൃക്ഷങ്ങളായി അധപ്പതിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നു മുതൽ നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചിരിക്കുകയാണ് മദ്യനിരോധന സമിതി മാനന്തവാടി താലൂക്ക്. ഇന്ന് നിങ്ങളുടെ ഉറക്കം വീഴ്ത്തിയിരിക്കുകയാണ് മദ്യനിരോധന മഹിളാ വേദി എന്ന ഞങ്ങളുടെ പ്രസ്ഥാനം. മദ്യനിരോധന സമിതിക്കാർക്ക് ആക്ഷേപങ്ങളേ ഉള്ളൂ, അധിക്ഷേപങ്ങളെ കേട്ടിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ആർക്കും വേണ്ടാത്തവരാണ്, ന്യൂനപക്ഷമാണ്, ഞങ്ങളുടെ ശബ്ദം ദുർബലമാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം, കേൾക്കേണ്ടവർക്ക് കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. 4 പേരെ വെച്ച് നടക്കുന്ന മീറ്റിംഗ് 400 പേരിലാണ് അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണത്? കേൾക്കുന്നവർക്കറിയാം ഞങ്ങളുടെ ശബ്ദത്തിൽ ആത്മാർത്ഥതയുണ്ട്. ഞങ്ങൾ ഒരു നേട്ടവും കണ്ടല്ല. ഇന്ന് രാവിലെ 7 മണിക്ക് പോകുന്നതാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന്. ഇനി ഞാൻ തിരിച്ചെത്തുന്നത് 12 മണിക്കാണ്. പക്ഷെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു ആശങ്കയുമില്ല. എന്റെ സമയം നഷ്ടപ്പെട്ടല്ലോ എന്ന വേവലാതിയില്ല, പണം നഷ്ടപ്പെട്ടല്ലോ എന്ന ഒരു സങ്കടവുമില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പറയാനുള്ളത് കിട്ടുന്ന വേദികളിൽ ഞാൻ പറയുന്നത് എന്നെ തേടി വരുന്ന അമ്മമാർക്ക്, എന്നെ സമീപിക്കുന്ന സഹോദരിമാർക്ക്, രക്ഷാകർത്താക്കൾക്ക്, രക്ഷിതാക്കൾക്ക് എനിക്ക് പറയാനുണ്ട്. ഇവിടെ മാറ്റം വരും, ആശ്വസിക്കാം നമുക്ക്. ഇവിടെ മാറ്റം